ജമാഅത്തെ ഇസ്ലാമി വേദിയിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തു സക്കാത്ത് പരിപാടിയുടെ ഉദ്ഘാടകനായാണ് മന്ത്രി പങ്കെടുത്തത്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കണമെന്ന വേദിയിൽ മന്ത്രി പറഞ്ഞു. ഭൂരിപക്ഷ വർഗീയത എതിർക്കാൻ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് നമുക്ക് കഴിയുമെന്നുള്ള തോന്നൽ എനിക്കില്ല. ഇതിനെ എതിർക്കണമെങ്കിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയും. ന്യൂനപക്ഷ വർഗീയത കൊണ്ട് ഭൂരിപക്ഷ വർഗീയത എതിർക്കാൻ നമ്മൾ ശ്രമിച്ചാൽ വരാൻ പോകുന്ന വലിയ അപകടകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ഈ നാടിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ബഹുസ്വരത മതേതരത്വം നിലനിൽക്കണമെങ്കിൽ ഒന്നിച്ചു നിൽക്കാൻ, ഒരേ രീതിയിൽ ചിന്തിക്കാൻ, പൊതുവായി ഉണ്ടാകുന്ന എല്ലാ വർഗീയതയും ചെറുക്കാനുള്ള ശക്തമായ തീരുമാനം കേരളത്തിലെ പൊതുസമൂഹം എടുക്കണം. അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട്. അരുൺ, ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടതുപക്ഷം ശക്തമായ ആരോപണങ്ങളായി ഉന്നയിക്കുമ്പോഴാണ് ഇടതുപക്ഷത്തെ തന്നെ ഒരു മന്ത്രി ആ വേദിയിലേക്ക് എത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് തന്നെയാണോ മന്ത്രി അബ്ദുറഹ്മാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തത്? എന്ത് പരിപാടിയായിരുന്നു? ജമാഅത്തെ ഇസ്ലാമിയുടെ ചാരിറ്റി പരിപാടിയായ ബൈത്തു സക്കാത്തിലാണ് മന്ത്രി ഉദ്ഘാടകനായി പങ്കെടുത്തത്. സംസ്ഥാന തലത്തിലുള്ള പരിപാടിയുടെ ഉദ്ഘാടനമാണ് മന്ത്രി താനൂർ പുത്തൻതെരുവിൽ നടന്ന പരിപാടിയിൽ നടത്തിയത്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്ത പരിപാടി കൂടിയാണ്. ഈ ചാരിറ്റി പരിപാടിയാണ്. ഇത്തരത്തിലുള്ള ചാരിറ്റി പരിപാടികളിലൊക്കെ ഇത്തരത്തിൽ മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയമായ പ്രസക്തി എന്ന് പറയുന്നത് പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ UDF-നെതിരെ നിരന്തരമായി LDF ജമാഅത്തെ ഇസ്ലാമിയുടെ ബന്ധത്തിന്റെ പേരിൽ പൊളിറ്റിക്കലി ആക്റ്റീവ് ആയിക്കൊണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വെൽഫെയർ ബന്ധം, അതിന് ശേഷവും തുടർച്ചയായി AK ബാലന്റെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ സജീവമായി തന്നെ രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്ന സമയത്ത് കൂടിയാണ് മന്ത്രി വേദിയിൽ എത്തുന്നത് എന്നുകൂടി പ്രസക്തമാണ്. അത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ മന്ത്രി എത്തുന്നു. പരിപാടി ജമാഅത്തെ ഇസ്ലാമി ബാന്ധവം അതിനെക്കുറിച്ച് ശക്തമായ പ്രതിരോധം തീർക്കുന്ന അല്ലെങ്കിൽ മുൻകാലത്തെ ബന്ധങ്ങളൊക്കെ തന്നെ UDF ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെയൊക്കെ കണിശമായി എതിർക്കുന്ന ഒരു ഘട്ടമാണിത്. തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ ഒരു വേദി പങ്കിടൽ അല്ലെങ്കിൽ ഈ വേദിയിലേക്ക് പ്രധാനപ്പെട്ട ഒരു ഉദ്ഘാടകനായി മന്ത്രി എത്തുന്നു എന്ന് പറയുമ്പോൾ നാളെ എന്തായാലും വലിയ ചർച്ചകൾക്ക് ഈ സംഭവം വഴിവെക്കില്ലേ? എന്ത് പറഞ്ഞാണ്? അതായത് CPM-നും മുൻപ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധം ഉണ്ടായിരുന്നല്ലോ എന്നുള്ളവരുടെ ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു തരത്തിലുള്ള സന്ധി മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രതികരിച്ച സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ പഴയ വീഡിയോ ക്ലിപ്പുകൾ ഉൾപ്പെടെ പ്രചരിച്ച സാഹചര്യം ഒക്കെ ഉണ്ടായ ഒരു അത്രമേൽ ചർച്ചയായ സെൻസിറ്റീവായ ഒരു രാഷ്ട്രീയ വിഷയം കൂടിയായത് മുന്നിലുള്ളപ്പോൾ കൂടിയാണ് ഇത്തരത്തിൽ LDF-ന്റെ ഒരു മന്ത്രി ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് കൂടിയാണ് രാഷ്ട്രീയപരമായി അതിന് വലിയ പ്രസക്തി ഉണ്ടാകുന്നത് എന്നുകൂടിയാണ്. ഒപ്പം തന്നെ മന്ത്രി സമകാലികമായി തന്നെ ഇത്തരത്തിൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കണമെന്നുൾപ്പെടെ വേദിയിൽ പ്രസംഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സംസ്ഥാനതല ഉദ്ഘാടകനായിരുന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ വേദിയിലെത്തിയത്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ UDF-നെ അറിയാതിരിക്കില്ലല്ലോ. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഇതൊക്കെ വലിയ ചർച്ചയ്ക്ക് രാഷ്ട്രീയ എതിരാളികൾ ഉപയോഗിച്ചേക്കാമെന്ന് മന്ത്രിക്ക് അറിയാമായിരിക്കുമല്ലോ. എന്നിട്ട് കൂടി ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് മന്ത്രി പോകുന്നത്. പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ചാരിറ്റി പരിപാടിയാണ്. അപ്പോൾ ചാരിറ്റി പരിപാടി എന്ന നിലയ്ക്ക് മന്ത്രി ഇതിൽ പങ്കെടുത്തതാകാം എന്ന് ഒരു പക്ഷേ മന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു വിശദീകരണം ഉണ്ടാകാൻ അങ്ങനെയാണെങ്കിൽ പ്രതി ചോദിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പരിപാടികളിൽ നിന്ന് മന്ത്രിമാർ വിട്ടു നിൽക്കാറുണ്ട്. അത് സ്വാഭാവികമായും RSS-ന്റെ പരിപാടികളിലോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഹിന്ദു ഐക്യവേദികളുടെ പരിപാടികളിലൊക്കെ മന്ത്രിമാരോ ഇത്തരത്തിൽ നേതാക്കളോ പങ്കെടുക്കുന്നത് വലിയ ചർച്ചയാവുന്ന പശ്ചാത്തലം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ ഒക്കെ വിട്ടു നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതേ രീതിയിൽ തന്നെ ഇത് താരതമ്യം ചെയ്യപ്പെടും, അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ ഇത് പ്രസക്തമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതീക്ഷ ശരി, അരുൺ അമൃതാണ് വിവരങ്ങൾ നൽകിയത്. ജമാഅത്തെ ഇസ്ലാമി വേദിയിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പങ്കെടുത്തിരിക്കുന്നു. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ചാരിറ്റി പരിപാടിയിലാണ് പങ്കെടുത്തത് എന്നായിരിക്കാം മന്ത്രിയുടെ നാളത്തെ ന്യായീകരണം വരാൻ പോകുന്നത്. അതേസമയം തന്നെ കണിശമായി CPM-ഉം LDF-ഉം ജമാഅത്തെ ഇസ്ലാമി ബാന്ധവങ്ങളെ എതിർക്കുകയും UDF-ലും മേൽ ആരോപണം ചുരിയുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു വേദി പങ്കിടൽ എന്ന പ്രത്യേകത കൂടിയുണ്ട്.